എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആറ്റുകാൽ പൊങ്കാല ദിവസം പൊങ്കാല വേവിച്ചു കഴിഞ്ഞാൽ അതേ അടുപ്പിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒന്നാണ് തെരടിയപ്പം. ഈ ഒരു അപ്പം തയ്യാറാക്കിയെടുക്കുന്നത് വഴന ഇലയിൽ വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലെ ധനസമൃദ്ധിക്കും കുടുംബ ഐക്യത്തിനും വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു പലഹാരം ഒരുപാട് പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വഴനയപ്പം ഞാൻ തയ്യാറാക്കുന്നത് വാഴ ഇലയിൽ വെച്ചിട്ടാണ്. വഴന ഇലയുടെ ലഭ്യത കുറവുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു വഴന ഇല ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാല ഇടാൻ ചെല്ലുന്ന ആൾക്കാർക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. വഴനയിലയിൽ തയ്യാറാക്കി ഈർക്കിലയിൽ മാല പോലെ കോർത്താണ് ഈ ഒരു പലഹാരം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് തെരളിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ വറുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ പൊടി പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പൊടി 250 ഗ്രാം അളവുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരപ്പൊടിയാണ്. ഞാനിവിടെ 200 ഗ്രാം അളവിൽ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ ശർക്കരപ്പൊടി ഉപയോഗിക്കുന്നത് നമ്മൾ പൊങ്കാല തയ്യാറാക്കി ആറ്റുകാലെത്തുമ്പോഴേക്കും ഈ ഒരു ശർക്കരയൊക്കെ ഉരുക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്ക് കല്ലും മണ്ണൊക്കെ ഇല്ലാത്ത ശർക്കരപ്പൊടി ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർക്കണം. ഒരു 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. ഭഗവതിക്ക് നേരുന്ന പ്രസാദം ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് നെയ്യെല്ലാം ചേർത്ത് തയ്യാറാക്കുന്നത്. ഇനി വേണ്ടത് ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു മുറി നാളികേരം തിരുമിയത് ചേർക്കാം. നാളികേരം നിങ്ങളുടെ കയ്യിലുള്ള അത്രയും തന്നെ ചേർക്കാവുന്നതാണ് കേട്ടോ. നാളികേരം ചേർക്കുന്നത് നമ്മൾ തയ്യാറാക്കുന്ന ഈ തെരളിയപ്പത്തിന് നല്ല സ്വാദ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് പാളയംകൂടം പഴമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാളയംകൂടം പഴം കിട്ടിയില്ലെങ്കിൽ ഞാലിപ്പൂവമ്പഴോ കദളിപ്പഴോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിനി നമുക്ക് കട്ട് ചെയ്തിട്ട് പൊടിയിലേക്ക് ചേർക്കാം. ഇത്രയും ആയാല് പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതെല്ലാം നല്ലതുപോലെ ഇരുമി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് പുട്ടുപൊടി ആയതുകൊണ്ട് ഇതൊന്ന് നനഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി വരും. അപ്പൊ അതുകൊണ്ട് പഴമൊക്കെ ചേർത്ത് കൈകൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇരുമി എടുക്കണം. ഞാനിവിടെ ഒരു 5 പഴമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഈ 1 കപ്പ് പൊടിക്ക് നമ്മളിതിലേക്ക് ഇതുവരെയും വെള്ളമൊന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മുടെ പൊടിക്ക് ആവശ്യമായ ലൂസായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പോലെ നെക്കി പിഴിഞ്ഞ് കുഴച്ചെടുത്താലാണ് ആ ഒരു നാളികേര പാലെല്ലാം പൊടിയിലേക്ക് ചേർന്ന് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ പൊടി ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിലേക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു തെരളിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് വഴന ഇലയാണ് ആവശ്യമായിട്ടുള്ളത്. എന്റെ കൈവശം വഴന ഇല ഉണ്ട്, പക്ഷെ അത് കറുപ്പ് കളറായിരിക്കുന്നത് കൊണ്ട് ഞാനിപ്പോ വാഴ ഇലയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വഴന ഇലയിൽ ഇതുപോലെ കുറേശ്ശെ മാവെടുത്തൊന്ന് ചുരുട്ടി ഇലയിൽ വെച്ച് മടക്കി അത് ഈർക്കിലയിൽ കോർത്താണ് നമ്മൾ തെരളിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ആറ്റുകാല പൊങ്കാലക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വഴനയില വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈർക്കിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഈർക്കിലില് കോർത്താണ് കേട്ടോ ചെയ്യുന്നത്. കുറേശ്ശെ മാവ് ഇതുപോലെ എടുത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം. പിന്നെ ഇങ്ങനെ മടക്കി കുറച്ചും കൂടെ ഈ ഒരു രീതിയിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ മടക്കി നടുഭാഗത്ത് ഈർക്കിലിയിൽ കോർത്താണ്. ഈർക്കിലിയുടെ അറ്റഭാഗത്ത് ഒരു കുടുക്കൊക്കെ ഇട്ടിട്ട് വേണം ഇതൊന്ന് കോർത്ത് നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ചുറ്റിയെടുക്കുന്നത്. ചുറ്റിയെടുത്തിട്ട് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നത്. ഇത് വഴനയിലേ ഉണ്ട്, പക്ഷേ ഇതുപോലെ കറുപ്പ് കളറായതുകൊണ്ട് എനിക്കത് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പം അതുകൊണ്ട് ഞാനിന്ന് വാഴ ഇലയിലാണ് കേട്ടോ പരത്തിയെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വാഴ ഇലയിലേക്ക് കുറേശ്ശെ മാവെടുത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കാം. മടക്കി കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം. മടക്കിയെടുക്കാം. ഇനി നടുഭാഗത്ത് ഒരു ഈർക്കിലി കൂടെ കുത്തിവെച്ച് കൊടുക്കാം. വഴനയിലയിൽ നമ്മൾ പരത്തിയെടുക്കുന്ന രീതിയാണ്. ഇതുപോലെ മാവ് കുറേശ്ശെ ഉരുട്ടിയെടുക്കുക. ഇല മടക്കി കൊടുക്കുക. വഴനയില വളരെ ചെറുതായിരിക്കും. അപ്പൊ നമുക്കൊരു 2 എണ്ണമാണ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. വാഴ ഇല ആയതുകൊണ്ട് 3 എണ്ണം ചെയ്തെടുക്കാൻ സാധിക്കും. വീണ്ടും മടക്കിയ ഭാഗത്ത് നിന്നും ഇതുപോലെ തിരിച്ച് എടുത്തതിന് ശേഷം ഒരെണ്ണം കൂടെ നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇല ഒന്ന് മടക്കി കൊടുക്കും. അങ്ങനെ നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ തെരളിയപ്പം ഞാൻ മുഴുവനും തന്നെ ആവിപാത്രത്തിലേക്ക് വേവിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് നേരം മാത്രം മതിയാകും ഈ ഒരു തെരളിയപ്പം ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ തെരളിയപ്പം വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ തെരളിയപ്പം ഇവിടെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറ് വരുമ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ തെരളിയപ്പത്തിന്റെ കൂടെ ആറി വന്നപ്പോഴേക്കും ഞാൻ ഈ വാഴയിലയിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കണം. ഇനിയിപ്പോ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയും കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.